ഹലോ, ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. വീണ്ടും ഒരു 2020 വേൾഡ് കപ്പിൻ്റെ ചെറിയൊരു ടോക്ക് അയക്കാമെന്ന് വിചാരിച്ചു. ഇന്നിപ്പം മരണ ഗ്രൂപ്പിലെ രണ്ടാമത്തെ കളിയാണല്ലോ ഇന്ന്. അതായത് വെസ്റ്റ് ഇൻഡീസ് സിംബാബ്വെ ആയിട്ടുള്ള കളിയാണല്ലോ ഇന്ന്. ഇന്ത്യൻ സമയം 7 മണിക്ക് തുടങ്ങല്ലേ. ശരിക്കും ഇപ്പോൾ ഈ രണ്ട് ടീമിനേക്കാളും കൂടുതലായിട്ട് ഈ കളി എന്താകും, എങ്ങനെയാകുമെന്ന് നോക്കിയിരിക്കുന്ന ഇന്ത്യൻ ടീമായിരിക്കും. ഫോമിൻ്റെ കാര്യത്തിൽ വെസ്റ്റ് ഇൻഡീസ് ഒരുപടി മുമ്പിലാണെങ്കിൽ പോലും ടീം വർക്കിൻ്റെ കാര്യത്തിൽ നോക്കുമ്പം വെൽ പ്ലാൻഡ് ആയിട്ടുള്ള കളികൾ ചെയ്തു വരുന്നത് നോക്കുമ്പോൾ സിംബാബ്വെക്ക് മുൻതൂക്കമുണ്ട്. എല്ലാ ICC ടൂർണമെൻറ്റുകളിലും നമ്മൾ കാണുന്നതാണ് ഈ പറയുന്ന പോലെ ചെറിയ ടീമുകൾ വലിയ ടീമുകളെ അട്ടിമറിക്കുന്നതും കാര്യങ്ങളും എല്ലാം. പക്ഷെ നമുക്ക് ഒരിക്കലും ഇവിടെ സിംബാബ്വെയുടെ കാര്യത്തിൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ഏതോ ഒരു സാഹചര്യത്തിൽ ഓസ്ട്രേലിയയെ അല്ലെങ്കിൽ ശ്രീലങ്കനെയൊക്കെ അട്ടിമറിച്ചു എന്ന് പറയുന്നത് അവരുടെ കാര്യത്തിൽ ശരിയായിട്ട് തോന്നില്ല. കാരണം അത്രയ്ക്കും പ്രിപ്പയർഡ് ആയിട്ടാണ് അവർ കളിക്കുന്നത്. ഓരോ കളിയെ അവർ സമീപിക്കുന്ന രീതി കണ്ടാൽ തന്നെ നമുക്കറിയാം. ആദ്യത്തെ 6 ഓവർ പവർ പ്ലേയിലാണെങ്കിൽ നല്ലതുപോലെ അഗ്രസീവായിട്ട് തന്നെയാണ് അവർ കളിക്കുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള ഒരു 15 ഓവർ വരെ റൺ റേറ്റ് കുറയാതെയും വിക്കറ്റ് പോകാതെയും നല്ല രീതിക്ക് പ്ലാൻ ചെയ്ത് ഒരു അഡ്ജസ്റ്റ്മെൻ്റ് രീതിയിൽ ഇങ്ങനെ കളിച്ചു പോകുന്നു. അവസാനത്തെ ഓവറുകളാകുമ്പോഴേക്കും വീണ്ടും പവർ പ്ലേ പോലെ തന്നെ അഗ്രസീവായിട്ട് വീണ്ടും കളിക്കുന്നു. കറക്റ്റ് പക്ക ഇപ്പോൾ ചേസിങ് ആണ് നടക്കുന്നതെങ്കിൽ കറക്റ്റ് ആ റൺസിന് വേണ്ടിയിട്ടുള്ള ചേസിങ് ആണ് അവർ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഫീൽഡിങ്, ബൗളിങ്, A to Z കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് അവർ പോകുന്നത്. സിക്കന്ദർ റാസയുടെ കീഴിലുള്ള ടീം എല്ലാ A to Z കാര്യങ്ങളും ടീം വർക്കായിട്ട് നല്ലതുപോലെ ചെയ്തു പോകുന്നുണ്ട്. ഇനി ഇപ്പുറത്തെ സൈഡിൽ വെസ്റ്റ് ഇൻഡീസിനെ നോക്കുകയാണെങ്കിൽ ഈ 2026 ലോകകപ്പ് തുടങ്ങുന്നത് വരെ എണ്ണപ്പെടാത്തൊരു ടീം തന്നെയായിരുന്നു. അവരുടെ വെസ്റ്റ് ഇൻഡീസിലെ ആഭ്യന്തര പ്രശ്നങ്ങളും അവരുടെ ക്രിക്കറ്റ് ബോർഡിലെ പ്രശ്നങ്ങളും പല കളിക്കാരും റെമ്യൂണറേഷൻ്റെ പുറത്ത് ടീമിൽ വരാതെ പോകുന്നതും കാര്യങ്ങളൊക്കെ ആയിട്ട്. എന്നാൽ 2020 ലോകകപ്പ് തുടങ്ങിയ ആദ്യ കളി തൊട്ട് തന്നെ ശരിക്കും മൂന്നാമത്തെ കപ്പ് എടുക്കുക എന്നുള്ളൊരു രീതിയിലാണ് അവർ കളിച്ചത്.